റെസ്പോൺസീവ് ഡിസൈൻ എങ്ങനെയാണ് ഫ്ലട്ടറിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഒരു ഡിസൈൻ എടുത്തിട്ട് അത് ഡിഫറെൻറ്റ് സ്ക്രീനിൽ എങ്ങനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസിൽ എങ്ങനെ അതിനെ റെസ്പോൺസീവ് ആക്കാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ആ റെസ്പോൺസീവ് എന്താണ്, അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നുണ്ട്. ആസ് ഓൾവേസ് നമ്മൾ ഡയറക്റ്റ് കോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് തിയറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലട്ടർ ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലട്ടർ ഒരു മൾട്ടി പ്ലാറ്റ്ഫോം ഫ്രെയിംവർക്കാണ്. ക്രോസ് പ്ലാറ്റ്ഫോം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, പക്ഷെ നൗഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി പ്ലാറ്റ്ഫോം. ഈവൻ ഫ്ലട്ടറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ മൾട്ടി പ്ലാറ്റ്ഫോം ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് iOS ആപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ദെൻ യു ക്യാൻ ഹാവ് വെബ്സൈറ്റ്. ദെൻ യു ക്യാൻ ക്രിയേറ്റ് മാക്, ലിനക്സ് ആൻഡ് വിൻഡോസ് സോഫ്റ്റ്വെയർസ്. ലിറ്ററലി നിങ്ങൾക്ക് 6 പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം കോഡ് ബേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കേസ് കൺസിഡർ ചെയ്യുക. ഞാനൊരു നമ്മളിപ്പോൾ ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ 3 പ്ലാറ്റ്ഫോമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഡിവൈസുകൾ എടുത്താൽ തന്നെ ആപ്പിൾ ലൈൻ ഓഫ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐപാഡുകൾ കാണും, ദെൻ ഐഫോൺസ് കാണും. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ഡിവൈസുകൾ എടുത്താൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ആൻഡ്രോയിഡ് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഡ്രോയിഡ് OS റൺ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ടാബ്ലറ്റ് ഉണ്ട്. ദെൻ യു ക്യാൻ ഹാവ് ഒബ്വിയസ്ലി നമ്മളെ സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് ലാർജ് സ്ക്രീൻസ് ലൈക്ക് സ്മാർട്ട് TV പോലത്തെ ഡിവൈസുകൾ ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി യു ഹാവ് വിയറബിൾസ് ഉണ്ടായിരിക്കും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും ലൈക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഫർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് വി ആർ നോട്ട് കൺസിഡറിങ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്മാർട്ട് TV അങ്ങനത്തെ വിയറബിൾസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ സിംപ്ലി കൺസിഡറിങ് ദീസ് 3 തിങ്സ്. യു ഹാവ് ടാബ്ലറ്റ്, ആൻഡ് ടാബ്ലറ്റ് തന്നെ നിങ്ങൾക്ക് ലാർജ് സ്ക്രീൻ ടാബ്ലറ്റുകൾ വേണം. നമുക്കറിയാലോ ടാബ്ലറ്റിൻ്റെ സൈസ്. ഇപ്പോൾ സർഫസ് പ്രോ പോലത്തെ ടാബ്ലറ്റ് തിരിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്, ലൈക്ക് നമ്മളൊരു ലാപ്ടോപ്പിൻ്റെ സൈസുള്ള സ്ക്രീൻ അതിനുണ്ടായിരിക്കും. ഓക്കെ, ദെൻ പല ഡിവൈസുകളിൽ പല ഫോം ഫാക്ടറിലാണ് വരുന്നത്. ഐ യൂസ് ദ വേർഡ് ഫോം ഫാക്ടർ. ഓക്കെ, ഫോം ഫാക്ടർ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, ഫോം ഫാക്ടർ. ദാറ്റ് മീൻസ് എന്താണ് അതിൻ്റെ ഹൈറ്റ്, അല്ലാതെ ഏത് ഫോമിലാണ് ഇരിക്കുന്നത്, വാട്ട് ഈസ് എ ഷേപ്പ് ആൻഡ് സൈസ്, അതാണ് ഫോം ഫാക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒബ്വിയസ്ലി വെബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എഴുതിയ കോഡ് ബേസിനെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. ആൻഡ് വെബ്സൈറ്റിന് ഇവിടെ കുറച്ചുകൂടി എന്തായിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ഡിവൈസിലും ഒരു ബ്രൗസർ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് വ്യൂ ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി സ്ക്രീൻ സൈസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹൗ ക്യാൻ യു റെൻഡർ ദ UI അക്കോർഡിംഗ് ടു ദ യൂസേഴ്സ് സ്ക്രീൻ സൈസ് എന്നുള്ളതാണ് റെസ്പോൺസീവ്നെസ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വെബ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ, നമ്മൾ HTML CSS ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ച് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യും. എക്സ്പെഷ്യലി ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ടെയിൽവിൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അതിനകത്ത് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഈ മീഡിയ ക്വറി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. ഈ മീഡിയ ക്വറി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ബിൽഡ് ദാറ്റ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ യു ക്യാൻ അച്ചീവ് ദാറ്റ് റെസ്പോൺസീവ്നെസ്. ഈ ഒരു സെയിം കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ റെസ്പോൺസീവ് ബിഹേവിയറാണ് നമുക്ക് ഫ്ലട്ടർ ആപ്ലിക്കേഷൻസിനും കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ എഴുതുന്നുണ്ടായിരിക്കും, യു ക്യാൻ ഹാവ് യു ക്യാൻ യൂസ് ദിസ് തിങ് മീഡിയ ക്വറി. ഓക്കെ, ആൻഡ് മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് കോണ്ടെക്സ്റ്റ് ദെൻ ഡോട്ട് സൈസ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി റിട്ടേൺസ് സംതിങ് കോൾഡ് സൈസ് ടൈപ്പിലുള്ള വാല്യൂ, അല്ലെങ്കിൽ സൈസ് ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സൈസ് എന്ന് ഞാൻ എഴുതി. ദിസ് മീൻസ് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രീയിൽ ഏത് പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റിനെ കോൾ ചെയ്തതെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ട്രീ ഇപ്പോൾ വ്യൂ ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്നത് ഏത് സ്ക്രീൻ സൈസിലാണ്, അല്ലെങ്കിൽ ആ സ്ക്രീനിൻ്റെ സൈസ് എന്താണെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ സൈസ് വേരിയബിളിൽ കിട്ടുക. ഇവിടെ ഇതിൽ 2 വാല്യൂ ഉണ്ടായിരിക്കും. ഒന്ന് സൈസ് ഡോട്ട് ഹൈറ്റും കാണും, വേറൊന്ന് സൈസ് ഡോട്ട് വിഡ്ത്ത് ഉണ്ടായിരിക്കും. ഓക്കെ,
ആൻഡ് ദീസ് ആർ ഡബിൾ വാല്യൂസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ വാല്യൂ ആണ്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് സ്ക്രീനിൻ്റെ സൈസിനെ കുറിച്ച് നമുക്കറിയാം. സ്ക്രീനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ് ടു ഒരു 700 ഹൈറ്റിലും, വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 400 അല്ലെങ്കിൽ 370 എബോ ഒക്കെ ആയിരിക്കും ഒരു മൊബൈൽ ഫോണിൻ്റെ വിഡ്ത്ത്. ആൻഡ് വിഡ്ത്ത് മേ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിവൈസ്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണോ ഏത് വെണ്ടർ ഹാൻഡ്സെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ഡിവൈസുകൾ മാറും. അപ്പോൾ അത് ടാബ്ലറ്റ് ആണെങ്കിൽ അതനുസരിച്ച് മാറും. ആ ഹൈറ്റും വിഡ്ത്തും ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻസൈഡ് ദിസ് വേരിയബിൾ. ഓക്കെ, ആൻഡ് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബ്രിങ് സം സോർട്ട് ഓഫ് റെസ്പോൺസീവ് ബിഹേവിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാം. പക്ഷെ നമുക്ക് പ്യുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫുള്ളി റെസ്പോൺസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു റെസ്പോൺസീവ്നെസ് കൊണ്ടുവരാനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ കോഡ്. ഐ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അസെറ്റ് ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു നോ ഹൗ ടു ആഡ് അസെറ്റ്. ആൻഡ് ഐ ഹാവ് എൻ SVG ഫോൾഡർ ബിക്കോസ് ഐ എം ഗോയിങ് ടു യൂസ് എൻ SVG ഇമേജ്. ഐ ഹാവ് സം SVG ഇമേജ്. സിംപ്ലി ഒരു SVG ഇമേജ് ആണുള്ളത്, ഒരു ലോഗോ ഉണ്ട്. ഓക്കെ, ദെൻ ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണ്. ദെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് SVG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, യു ക്യാൻ ട്രൈ ടു ക്രിയേറ്റ് യു ക്യാൻ ട്രൈ ഇറ്റ് ഓൺ ഫിഗ്മ. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫിഗ്മയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ക്രിയേറ്റ് എനി ഇമേജ് ഓൺ ഫിഗ്മ. അതല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ പോലത്തെ ടൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SVG ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. SVG സ്റ്റാൻഡ് ഫോർ സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ SVG ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മളൊരു PNG ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലാർജ് സ്ക്രീനിലേക്ക് ആ PNG ഇമേജ് റെൻഡർ ചെയ്യുമ്പോൾ മേ ബി അത് പിക്സലേറ്റ് ചെയ്യും. അപ്പോൾ SVG ആണെങ്കിൽ അത് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് രണ്ട് തരത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മേ ബി നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഒന്ന് raster graphics ഉണ്ട്, vector graphics ഉണ്ട്. Vector graphics are created by it's not created by pixels, it is created by lines വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്കെയിലബിൾ ആണത്. നിങ്ങൾക്ക് ഏത് അപ് ടു ഒരു ബിഗർ സൈസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാം വിത്തൗട്ട് ലൂസിങ് അതിൻ്റെ ക്വാളിറ്റി ലൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ SVG ഉപയോഗിച്ചത്. ഓക്കെ, ആൻഡ് ഐ ഹാവ് യൂസ് സം കസ്റ്റം ഫോൺസ്. ആൻഡ് കസ്റ്റം ഫോണ്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ കുറച്ച് ഫോണ്ട് ഫയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ഇവിടെ കൊണ്ട് ഈ ഒരു ഫോൾഡറിൽ ഫോൺസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു, ഇതിനകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്തു. ദെൻ കം ടു pubspec.yaml. ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ SVGയും ഫോൺസൊക്കെ എന്ത് ചെയ്യണം, ഫോൾഡേഴ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. ആൻഡ് നമ്മളുടെ ഫോൾഡർ പാത്ത് എന്താണോ ആ പാത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഫോൺസ് ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോൺ സെക്ഷൻ എനേബിൾ ചെയ്യണം. എന്നിട്ട് വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ദ ഫോണ്ട്, ആൻഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എവിടെ നിന്നാണോ അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫാമിലി നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ ദ ഫോണ്ട്, അതിൻ്റെ ആ ഫോണ്ട് അസെറ്റ് എവിടെയാണ് കിടക്കുന്നുള്ള കാര്യം എക്സാക്ട്ലി ഇതേപോലെ മാർക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു വോൾഡ് എന്നുള്ള ഫോണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇഫ് യു വാണ്ട് ടു യൂസ് മീഡിയം യു ഹാവ് ടു റൈറ്റ് അസെറ്റ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അതിൽ മീഡിയം ആഡ് ചെയ്യണം. ആൻഡ് ഇഫ് യു വാണ്ട് ടു യൂസ് സം അതർ ഫാമിലി റൈറ്റ് അഗെയിൻ വേറൊരു ബ്ലോക്ക് ഇവിടെ എഴുതണം. ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോണ്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ അസെറ്റ് ഫോൾഡർ. ദെൻ കം അണ്ടർ LIB സ്ക്രീൻ. ആൻഡ് LIB ഫോൾഡർ ഇറ്റ്സ് നോട്ട് സ്ക്രീൻ. LIBയുടെ അണ്ടറിൽ ഐ ഹാവ് ക്രിയേറ്റഡ് എ സ്ക്രീൻസ് ഫോൾഡർ. ബിക്കോസ് നമുക്കിവിടെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് UI ഉണ്ട്. ലൈക്ക് നമുക്ക് ലാർജ് സ്ക്രീൻ ഉണ്ടായിരിക്കും, മൊബൈൽ സ്ക്രീനിന് വേണ്ടി, ടാബ്ലറ്റ് സ്ക്രീനിന് വേണ്ടി. ആൻഡ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദീസ് 3 സെറ്റ് ഓഫ് UIs. പല സെറ്റ് ഓഫ് UI ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണോ ആളുടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ യൂസർ ഏത് ഡിവൈസിലാണോ കാണുന്നത് അതനുസരിച്ചുള്ള UI ഒക്കെ നമ്മൾ റെൻഡർ ചെയ്യുന്നത്. സോ ഐ ഹാവ് ക്രിയേറ്റഡ് 3 ഫോൾഡേഴ്സ്, നത്തിങ് ഇൻസൈഡ് ദിസ്. ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ജസ്റ്റ് ബ്ലാങ്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. ദെൻ ഐ ഹാവ് എ പേജ് കോൾഡ് ഹോം പേജ്. ഐ ഡോണ്ട് വാണ്ട് ദിസ് ടെസ്റ്റ്. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ലെറ്റ് മീ ഡിലീറ്റ് ദ ടെസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റും വേറെയാണ്. ഇത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ്, വിഡ്ജറ്റ് ടെസ്റ്റിംഗ് അത്തരം കാര്യങ്ങൾ ടെസ്റ്റിന് വേണ്ടിയുള്ള ഫോൾഡറാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയലാണ്. സോ ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ്. ഓക്കെ, വി ഡോണ്ട് നീഡ് ദാറ്റ്. ഓക്കെ, സോ ഡു റീഫാക്ടർ. ഓക്കെ, ഐ ഹാവ് യൂസ് സം ദാറ്റ്. ഓക്കെ, എനിവേ അത് പോയി. ഇനി നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്തുണ്ട്, main.dart ഫയൽ ഉണ്ട്. ഐ ക്ലിയർഡ് എവറിത്തിങ് ഫ്രം ദിസ് main.dart ആൻഡ് യു നോ ഹൗ ടു ഡു ദിസ്. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹോം പേജിലേക്ക് ഞാൻ സിംപ്ലി ഐ ജസ്റ്റ് കോൾ ദ ഹോം പേജ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഹോം പേജ്. ഓക്കെ, ദിസ് ഈസ് എ ഹോം പേജ്, നത്തിങ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്തൊരു സ്കഫോൾഡ് എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഐ ഹാവ് സം കമൻറ്റഡ് തിങ്സ് ആൻഡ് ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ബിൽഡ്. ഓക്കെ,
I have a design for mobile. This is what we want to render on the mobile device. ആൻഡ് ഈ സെയിം വെബ്സൈറ്റ് അല്ലെങ്കിൽ സെയിം ആപ്പ് വാട്ട് എവർ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് എന്ത് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ടാബ്ലറ്റ് ആൻഡ് യൂസ് ദിസ് റണ്ടർ, ഈ യു ഐ ആണ് എന്ത് ചെയ്യേണ്ടത്, റണ്ടർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആള് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇഫ് ഹീസ് വ്യൂയിങ് ഇറ്റ് ഇൻ എ മാക്, അതല്ലെങ്കിൽ ഒരു ലാർജ് സ്ക്രീനിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ യു ഐ ആണ് എന്ത് ചെയ്യേണ്ടത്, റണ്ടർ ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് ഇയാളൊരു വെബ്സൈറ്റിലാണ് കാണുന്നതെങ്കിൽ വെബ്സൈറ്റിന്റെ സൈസ് അല്ലെങ്കിൽ ആ സ്ക്രീന്, മൊബൈലിലാണ് ആ വെബ്സൈറ്റ് തുറക്കുന്നതെങ്കിൽ ആ മൊബൈൽ യു ഐ കാണണം. ഒരു ടാബ്ലറ്റിലാണ് വെബ്സൈറ്റ് തുറക്കുന്നതെങ്കിൽ ആ ടാബ്ലറ്റ് യു ഐ കാണണം. അതല്ല ഒരു ലാർജ് സ്ക്രീനിലാണ് തുറക്കുന്നതെങ്കിൽ ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യണം, ഈ രീതിയിൽ കാണണം. ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഫോമൊക്കെ ഉണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫോമൊക്കെ ചെയ്യാം. ബട്ട് ഫോം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തപ്പോൾ അത് അതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ടതാണ്. ഓക്കെ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഡിസൈൻസ് ഒക്കെ ക്ലോസ് ചെയ്യാണ്. ആൻഡ് ഐ ഹാവ് ഡിവൈസസ് റണ്ണിങ് ഹിയർ. ഞാൻ 2 ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മളുടെ മൊബൈൽ ഡിവൈസാണ്, ലൈക്ക് മൊബൈൽ ഫോൺ. ദെൻ അതർ വൺ ഇസ് യുവർ പിക്സൽ. ഓക്കെ. ഞാൻ പിക്സൽ സി ഒരു ടാബ്ലറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിൽ വെബും കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യാണ്, കോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ലെറ്റ് മീ മിനിമൈസ് ദിസ് തിങ് ബിക്കോസ് നമുക്ക് ഈ കോഡ് കാണണമല്ലോ. ആൻഡ് ആഫ്റ്റർ ആഡിങ് ഓൾ ദീസ് തിങ്സ് pubget. ഓക്കെ. റൺ ദ pubget കമാൻഡ്, ഓർ യു ക്യാൻ റൺ ദാറ്റ് കമാൻഡ് ഫ്രം ഹിയർ, ഓർ യു ക്യാൻ സിംപ്ലി ക്ലിക്ക് ഹിയർ. ഓക്കെ. സോ ഐ തിങ്ക് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ആൻഡ് വി ഹാവ് സ്റ്റാർട്ടഡ് എ ടെലഗ്രാം ചാനൽ ഫോർ എക്സ്ക്ലൂസീവ് സപ്പോർട്ട്. നിങ്ങൾക്ക് ആസ് എ ബിഗിനർ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദ ടെലഗ്രാം ചാനൽ ആൻഡ് ഐ വിൽ ഗിവ് യു ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. ദെൻ ഇതിൻ്റെ ഗിറ്റ് റെപ്പോസിറ്ററി ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. സോ നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ. സോ ഞാനത് ക്ലോസ് ചെയ്തു, ഹോം പേജ് എടുത്തു. ഇനി ഈ ഹോം പേജിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു യു ഐ ബിൽഡ് ചെയ്യും. ഓക്കെ. ആ യു ഐ ആയിരിക്കും എല്ലാ ഡിവൈസിലും കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെയിം യു ഐ ബിൽഡ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഏത് ഡിവൈസിൽ കാണുമ്പോഴും ആ സെയിം യു ഐ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് മൊബൈൽ ഡിവൈസിൽ കണ്ടാലും ലാർജ് സ്ക്രീനിൽ കണ്ടാലും ഒക്കെ എന്തായിരിക്കും, സെയിം യു ഐ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മീഡിയ ക്വറി എങ്ങനെ എടുക്കാൻ നോക്കാം. യു ക്യാൻ ടൈപ്പ് സംതിങ് ലൈക്ക് സൈസ് എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കുക. ദെൻ ക്രിയേറ്റ് എ സൈസ് ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് വേരിയബിൾ ആൻഡ് ഐ എം ഗോയിങ് ടു കോൾ ദ മീഡിയ ക്വറി. മീഡിയ QUERY ക്വറി. ഇതല്ല നമുക്ക് വേണ്ടത്. മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടാക്ട്സിനെ വിളിക്കും, dot size. Okay. And in this variable you will get the size of this screen. ഇപ്പോൾ ഞാനിവിടെ സൈസ് എന്നുള്ള, ലെറ്റ് മീ പ്രിന്റ് ദ സൈസ്. ഓക്കെ. സൈസ് പ്രിന്റ് ചെയ്തു. ആൻഡ് നമുക്കിതൊന്ന് റൺ ചെയ്യാം. ഞാൻ ആദ്യം മൊബൈൽ ഡിവൈസിൽ റൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എമുലേറ്റർ പിക്സൽ 7 ആണ്, മൊബൈലാണ്. ഓക്കെ. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് ദ എമുലേറ്റർ ഹിയർ. ദർ ഈസ് നത്തിങ് ഇൻ ദിസ് സ്കഫോൾഡ്. ഒരു ബ്ലാങ്ക് സ്കഫോൾഡാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ. നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഐ തിങ്ക് നമ്മൾ കാണുന്നത് ഡിവൈസ് ഫോണാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ. ഇത് ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഈ ആപ്പ്, ആ സ്ക്രീനാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വരണം, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ടിൽ ഇറ്റ് ഈസ് റണ്ണിങ് ആൻഡ് ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ എന്ത് വരും, നൗ യുവർ ആപ്പ് ഈസ് ലോഞ്ചിങ്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, ദിസ് ഈസ് ദ സൈസ് ഓഫ് ദി സ്ക്രീൻ. ഈ സ്ക്രീനിൻ്റെ സൈസാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദ വിഡ്ത്ത് ഈസ് 411 and the height is 867.4. And I told you this is a double value. And if you want to get the height only, you can have size.height. And if you save it, you will get that value only. Exactly precise and is screen the height one. And if you want to get the width, okay, and width should be this thing. And based on this height and width, you can decide which UI you want to render. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഇതിലുള്ള ടെക്സ്റ്റിനെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് റീസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. ഓക്കെ. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയല്ല. വി ആർ ഗോയിങ് ടു യൂസ് സംതിങ് കോൾഡ് ലേഔട്ട് ബിൽഡർ. ഓക്കെ. ലെറ്റ് മീ ഡിലീറ്റ്
this thing. Okay, or let me comment this thing. നിങ്ങൾ കോഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. Okay, I don't want to return a scaffold. I want to return a layout builder. Okay, and Flutterൽ builder is always going to build something. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഫ്ലട്ടറിൽ കുറേ ബിൽഡർ ഉണ്ട്, ലിസ്റ്റ് വ്യൂ ബിൽഡർ ഉണ്ട്, ഗ്രിഡ് വ്യൂ ബിൽഡർ ഉണ്ട്, ദെൻ അങ്ങനത്തെ കുറേ ബിൽഡേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ലേഔട്ട് ബിൽഡർ ഉണ്ട്. ദെൻ ഇവിടെ നോക്ക്, ബിൽഡേഴ്സ് എന്താ ചെയ്യുക കഴിഞ്ഞാൽ ബിൽഡർ ഈസ് ഗോയിങ് ടു ബിൽഡ് എ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഓൾവേസ് റിമെമ്പർ ബിൽഡർ ഈസ് ഗോയിങ് ടു ബിൽഡ് എ വിഡ്ജറ്റ് ആൻഡ് ദാറ്റ് വിഡ്ജറ്റ് ഈസ് ഗോയിങ് ടു അറ്റാച്ച് ടു ദ യുവർ ട്രീ. നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണോ ആ ബിൽഡറിനെ കോൾ ചെയ്തത്, ആ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യും, ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. കോണ്ടെക്സ്റ്റ് ഈസ് ആക്ച്വലി യുവർ എക്സാക്ട് ലൊക്കേഷൻ ഓൺ ദറ്റ് സ്ക്രീൻ, ഓൺ ദ ട്രീ. ആ ട്രീയിൽ നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ എന്താണോ അതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ട്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ട്രീ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, മെറ്റീരിയൽ ആപ്പ്, ദെൻ സ്കഫോൾഡ്, മെറ്റീരിയൽ ആപ്പ്, ദെൻ ലേഔട്ട് ബിൽഡ്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഈ ബിൽഡർ ബിൽഡ് ചെയ്യുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ടായിരിക്കും, അതൊരു വിഡ്ജറ്റ് ആയിരിക്കും എപ്പോഴും, അത് ആ ട്രീയിലേക്ക് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ബിൽഡർ ചെയ്യുന്നത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യും, കോണ്ടെക്സ്റ്റ് എന്ന് പാസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യാണ്, ഇതിന് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ കൊടുത്തു, കൺസ്ട്രെയിൻസ്. ദിസ് ഈസ് ജസ്റ്റ് എ വേരിയബിൾ കൺസ്ട്രെയിൻറ്റ്. ഇതിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ലേഔട്ടിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈ കൺസ്ട്രെയിൻ വേരിയബിളിലായിരിക്കും. ഇത് നമ്മൾ ചെക്ക് ചെയ്യാണ്, ഈ കൺസ്ട്രെയിൻ്റെ വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് എന്താണ്, ലാർജ് സ്ക്രീൻ ആണോ സ്മോൾ സ്ക്രീൻ ആണോ അതോ ടാബ്ലറ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയ കാര്യത്തിലേക്ക് വരിക. ഇതാണ് നമ്മുടെ മീഡിയ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്, ഓർ മീഡിയ ക്വറി എന്ന് പറയുന്നത്, മീഡിയ ബ്രേക്ക് പോയിന്റ്സ്. ഇഫ് യു ആർ വ്യൂയിങ് ദിസ് ഇൻ എ മൊബൈൽ, സ്മോൾ മൊബൈൽ സ്ക്രീൻ, നിങ്ങളുടെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത് 320 പിക്സൽ ഓർ DPI വാട്ട് എവർ ഇറ്റ് ഈസ്, 320 പിക്സൽ വരെയാണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സ്മോൾ സ്ക്രീൻ ഓർ സ്മോൾ മൊബൈൽ സ്ക്രീൻ ആയിരിക്കും. ഇതൊരു 375 വരെയാണെങ്കിൽ ഒരു നോർമൽ സ്ക്രീനാണ്. ആൻഡ് മൊബൈൽ ലാർജ് എന്ന് പറയുന്നത് 414, അത് വരെ എന്തായിരിക്കും, ഈ 375 കഴിഞ്ഞ് വരുന്ന 414 വരെ എന്തായിരിക്കും, അത് ലാർജ് മൊബൈൽ ആയിരിക്കും. ദെൻ എക്സ്ട്രാ ലാർജ് എന്ന് പറയുമ്പോൾ 480 വരെ. ദെൻ 480ക്ക് എബോവ് അപ് ടു 600 വരെ എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ടാബ്ലറ്റ്. ഓക്കെ, ദെൻ അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് 950, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നോർമൽ എന്ന് പറയുന്നത് 1920. ഇതിന് എബോവ് ഉള്ളതൊക്കെ എന്തായിരിക്കും, ഒരു ഡെസ്ക്ടോപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് വിഡ്ത്താണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെക്ക് ചെയ്യണം. ഞാനിതെല്ലാം ഒന്നും എഴുതാൻ പോകുന്നില്ല, അത്രയും UI നമ്മളിവിടെ എഴുതേണ്ടി വരും. ബട്ട് യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു പ്രിസൈസ്ലി ടാർഗറ്റ് ഡിഫറെൻറ്റ് മീഡിയാസ്, നിങ്ങൾക്ക് അത് ഫുൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതാം. ഓക്കെ, ഞാൻ അപ്പോൾ കുറച്ചെണ്ണം കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ചെക്ക് ഇഫ് കൺസ്ട്രെയിൻസ് ഡോട്ട് മാക്സ് വിഡ്ത്ത്, കോൾ ദ മാക്സ് വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ ഇത് നോക്കുക, 1920 എബോവ് ആണെങ്കിൽ, ഡെസ്ക്ടോപ്പ് സ്മോൾ എന്ന് പറയുന്നത് 950 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഗിവ് ദാറ്റ് ഡെസ്ക്ടോപ്പ് സ്മോൾ 950 ആണെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു റെൻഡർ ഓർ റിട്ടേൺ. എന്ത് ചെയ്യണം, ഞാനിവിടെ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് ഡെസ്ക്ടോപ്പ് ലേഔട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് റെൻഡർ ചെയ്യാൻ പോവാം. ഓക്കെ, ആൻഡ് ഓൾവേസ് റിമെമ്പർ, ബിൽഡർ എന്ത് ചെയ്യാണ്, ബിൽഡ് ചെയ്യാൻ പോവാണ് ഒരു വിഡ്ജറ്റ്. ആ വിഡ്ജറ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ട്രീയിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഞാനിവിടെ എന്ത് ചെയ്തത്, ഇവിടെ നമ്മളുടെ ലാർജ് സ്ക്രീൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറഞ്ഞ, ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ സ്ക്രീൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫയൽ കോൾഡ് ഡെസ്ക്ടോപ്പ് അണ്ടർസ്കോർ ലേഔട്ട് underscore page. Okay, ഒരു പേജ് ഉണ്ടാക്കി. ആൻഡ് ദിസ് ഈസ് എ മെറ്റീരിയൽ import here. Then this is a stateless widget and call desktop layout എന്ന് call ചെയ്യാം. And this is going to return a scaffold. Okay, and let me give a color to this scaffold. ഈ scaffold ഞാൻ കളർ കൊടുക്കുന്നുണ്ട്, background color. See, let me have it red. Okay, then ഇനി ഞാൻ ഇവിടെ വന്നാൽ എറർ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യണം, ഡെസ്ക്ടോപ്പ് ലേഔട്ടിന് എന്ത് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നൗ യു ഡോണ്ട് ഹാവ് എൻ എറർ. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ അടുത്ത് എഴുതുകയാണ്. ഓർ യു ക്യാൻ ഹാവ് else if
else if constraints dot max width എന്ന് പറയുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് നമുക്ക് 950 എബോവ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതൊരു ലാർജ് സ്ക്രീൻ ആണെന്ന് മനസ്സിലായി. ആൻഡ് ഐ എം ഗോയിങ് ടു കോൾ ഒരു 600 എബോവ് ആണെങ്കിൽ എന്തായിരിക്കും? 600 എബോവ് ആണെങ്കിൽ we have to consider this as a tablet. So return tablet layout. ഓക്കെ, ആൻഡ് ദിസ് ക്ലാസ്, ഈ ക്ലാസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് എ ഫയൽ കോൾ tablet underscore layout underscore page. Okay, then import material, then we can call the stateless widget and call tablet layout. Okay, and this is going to return a scaffold as always. നേരത്തെ പറഞ്ഞ പോലെ scaffold ആണ്. Then I'm going to have a color, background color, say this should be gray. Okay, now import this class here, tablet layout. Okay, then ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇനിയും നിങ്ങൾക്ക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ഹാവ് എൽസ് കണ്ടീഷൻ. ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിട്ടേൺ എ മൊബൈൽ ലേഔട്ട്. ഐ എം നോട്ട് കൺസിഡർ എവറി ബ്രേക്ക് പോയിന്റ്സ്. ഐ എം ജസ്റ്റ് ജനറലൈസിങ് തിങ്സ്. മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാതും ഉണ്ടാക്കേണ്ടി വരും മൊബൈൽ ലേഔട്ട്. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മൊബൈലിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഫയൽ mobile underscore layout underscore page. Okay, so ഇതാണ് എൻ്റെ എന്ത് മൊബൈൽ സ്ക്രീൻ. ഇമ്പോർട്ട് മെറ്റീരിയൽ, ദെൻ ഇറ്റ്സ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഓർ സ്റ്റേറ്റ്ലെസ് ഓർ സ്റ്റേറ്റ്ഫുൾ. നിങ്ങൾ എന്ത് ഫംഗ്ഷനാലിറ്റിയാണോ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ്ലെസ് ആണ് ഉണ്ടാക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഉണ്ടാക്കണം. മൊബൈൽ ലേഔട്ട്. ഓക്കെ, so this is going to return a scaffold. Okay, then let me give a color, background color. See which color you want? Purple. Okay, so I just add purple color. Then home page il vara mobile layout ennu parayunnathu import cheya. Okay, now your constraints are ready and let's reboot this thing. ഞാൻ ഇത് റീബൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടേണ്ടത്, now you can see you got a purple layout, purple scaffold here, because ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇതെന്തായിരിക്കും? ഈ രണ്ട് കണ്ടീഷൻ ഫോൾസ് ആയി. അതുകൊണ്ട് എന്തായിരിക്കും? ഇതാണ് റെൻഡർ ചെയ്തത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റൺ ദിസ് ഓൺ എ വെബ്സൈറ്റ്. ഓക്കെ, ഞാനിതിൽ എന്ത് ചെയ്യുന്നു? വെബ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു റൺ ദിസ്. ഓക്കെ, ഞാൻ ഈ പുതിയ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി അറ്റാച്ച് ആവും. ഓക്കെ, ആൻഡ് നമ്മുടെ സിസ്റ്റം പവർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് കുറേ എമുലേറ്റേഴ്സും കുറേ ഡിവൈസൊക്കെ റൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 റൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ടാബ്ലറ്റ് റൺ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് എന്ത് ചെയ്യും? ഇത് നമ്മളെ വെബിൽ എന്ത് ചെയ്യും? ലോഞ്ച് ആയി വരും. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും കിട്ടേണ്ടത്? നൗ യുവർ വെബ് ഇസ് ലോഞ്ചിങ് ഹിയർ ആൻഡ് ഇതിൻ്റെ മൊബൈൽ വെബ്സൈറ്റ് വേർഷനാണ് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് നൗ ഇറ്റ് ഈസ് റെഡ്. ഓക്കെ, ബിക്കോസ് നമുക്ക് നമ്മളെ കൺസ്ട്രെയിൻ എന്താണ്? 950 എബോവ് ആയി. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. ഇൻസ്പെക്ട് അടിച്ചു. ഇൻസ്പെക്ട് അടിച്ചിട്ട് ഞാനിവിടെ വന്നു. ഓക്കെ, നൗ യു ക്യാൻ സീ ഇതിൻ്റെ റെസ്പോൺസിനെസ് ഉണ്ടോ? അതായത് എന്തായിരിക്കും അപ് ടു 600 വരെ എന്തായിരിക്കും ഇത് കാണിക്കുക? അപ് ടു 600 വരെ ദിസ് ഷുഡ് ബി എ മൊബൈൽ തിങ്. ഇവിടെ നോക്ക്, ഞാനിത് കുറച്ച് കൊണ്ടുവന്നിട്ട് എങ്ങനെയായിരിക്കും? ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കിത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 600 ആണെങ്കിൽ എന്തായിരിക്കും? ഇതിപ്പോൾ ഒരു മൊബൈലാണ് കാണുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ 600 വരികയാണെങ്കിൽ കണ്ടോ? നൗ ഇറ്റ് ഈസ് എ ടാബ്ലറ്റ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എല്ലാം മൊത്തത്തിൽ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എല്ലാ കൺസേൺ എഴുതിയാലും എന്ത് വരും? സത്യത്തിൽ ഇതൊക്കെ ഒരു സ്മോളർ ടാബ്ലറ്റ് ആണ്, ഇതൊരു ലാർജർ ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ കൺസ്ട്രെയിൻ എഴുതാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അപ് ടു 600 വരെ ഇത് മൊബൈലായിട്ടാണ് എടുക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? ഇത് ടാബ്ലറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇത് എവിടെ വരെ പോകും? ഇത് പോയി 950 സംതിങ് ആവും. ലെറ്റ് മീ കൊളാപ്സ് ദിസ് തിങ്. ഇവിടെ വന്നിട്ട് ഇതൊന്ന് ഡീറ്റാച്ച് ചെയ്യാം. ഓക്കെ, നൗ ഇനി നോക്ക്, ഇവിടെ കണ്ടോ? ഇപ്പോൾ ഇതെന്തായി? ലാർജ് സ്ക്രീനായി. ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ? നൗ ഇറ്റ് ഈസ് എ മൊബൈൽ. സോ ഇതാണ് എന്ത് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ആ UI, ഇപ്പോൾ നമ്മൾ കളർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, നമുക്ക് എന്ത് ചെയ്യണം? UI റെൻഡർ ചെയ്യണം. സോ ഇവിടെ ടാബ്ലറ്റ് റൺ ആവുന്നുണ്ട്. സി ലെറ്റ് മീ ടേക്ക് ദ ടാബ്ലറ്റ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? എൻ്റെ ടാബ്ലറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ടാബ്ലറ്റ് എന്ന് പറഞ്ഞ് ദിസ് ഇസ് നോട്ട് ദിസ്. ഓക്കെ, പിക്സൽ സി, ദിസ് ഇസ് എ ടാബ്ലറ്റ് ആൻഡ് ലെറ്റ് മീ റൺ ദാറ്റ് ഇസ് ഓൺ എ ടാബ്ലറ്റ് ആൻഡ് ടേക്ക് ദ ടാബ്ലറ്റ് ഹിയർ. സോ ടാബ്ലറ്റിൽ റൺ ആകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് വരേണ്ടത് ആ ഗ്രേ ലേഔട്ടാണ് ടാബ്ലറ്റിൽ വരേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്.
ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് വി വാണ്ട് ടു ബിൽഡ്. ഇവിടെ നോക്കുക, നമ്മളുടെ ആദ്യം നമുക്ക് മൊബൈൽ ബിൽഡ് ചെയ്യാം. ഓക്കെ, മൊബൈൽ സ്ക്രീൻ ബിൽഡ് ചെയ്യാം. മൊബൈൽ സ്ക്രീനിൽ നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മളുടെ മൊബൈൽ സ്ക്രീനിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ബിൽഡ് ചെയ്യണം. ഐ എം നോട്ട് ഗോയിങ് ടു റെപ്ലിക്കേറ്റ് ദിസ് കളർ ആൻഡ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അത് നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതൊന്ന് ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. മൊബൈൽ ലേഔട്ടിൽ വന്നു. എന്നിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ബട്ടൺ ഉണ്ട്. ആൻഡ് ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെയും ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെയും ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നാൽ ഇവിടെ ഉണ്ട് ബട്ടൺ. ആൻഡ് ഈ ഫോംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ലിറ്ററലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 3 UI നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ 3 UIയിലും ഈ സെയിം കാര്യം പല 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 രീതിയിലാണ്, വിഷ്വലി ഇത് പല രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിലും ഇതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഈ എത്ര മീഡിയ ബ്രേക്ക് പോയിന്റ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വേറൊരു ഫോം ബിൽഡ് ചെയ്യണം, ഇവിടെ വേറൊരു ഫോം ബിൽഡ് ചെയ്യണം, ഇവിടെ വേറൊരു ഫോം ബിൽഡ് ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും ഈ പറയുന്ന കാര്യം ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പം ട്രൈ ടു മേക്ക് തിങ്സ് കമ്പോണൻസ് ആയിട്ട് എഴുതുക. ഈ ഇമേജ് ഒരു കമ്പോണന്റ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജിനെ കോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ട്രൈ ദിസ് ആസ് എ ക്ലാസ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റും അല്ലെങ്കിൽ ഈ ഹെഡർ എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് സെപ്പറേറ്റ് ഉണ്ടാക്കുക, ഈ രീതിയിൽ വരുന്നത്. ദെൻ ഇമേജ് മാത്രം ഒരു കമ്പോണന്റ് ഉണ്ടാക്കുക. ദെൻ ഈ ഫോം എന്ന് പറയുന്ന ഈ സാധനം, ഈ ഒരു ഏരിയ ഒരു കമ്പോണന്റ്, ബട്ടൺ വേറൊരു കമ്പോണന്റ്. ഞാനിപ്പോൾ ഇതിൽ ബട്ടൺ മാത്രം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഹിയർ കോൾഡ് യൂട്ടിൽസ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, യൂട്ടിൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ആൻഡ് ദിസ് ഈസ് സം യൂട്ടിലിറ്റീസ് ഓർ കമ്പോണൻസ് എന്ന് എഴുതാം. ഇവിടെ വന്ന് ഞാൻ എന്താണ് ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ് മൈ ബട്ടൺ. ഓക്കെ, മൈ ബട്ടൺ വിഡ്ജറ്റ് എന്ന് ഞാൻ എഴുതി. ബിക്കോസ് ദാറ്റ് ഇസ് എ കമ്പോണന്റ്, ദാറ്റ്സ് വൈ ഐ എം ഗോയിങ് ടു കോൾ ദിസ് ആസ് വിഡ്ജറ്റ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ മെറ്റീരിയൽ ഡിസൈൻ ആൻഡ് ദിസ് ഇസ് എ സ്റ്റേറ്റ്ലെസ് ക്ലാസ്. ഐ എം ഗോയിങ് ടു കോൾ ദിസ് ആസ് മൈ ബട്ടൺ. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിനെ എവിടെ, മൈ ബട്ടൺ എന്നുള്ള ക്ലാസ്സിനെ നിങ്ങൾ എവിടെയാണോ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് കോൾ ചെയ്യുന്നത്, അങ്ങനെ കോൾ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടണം, യു നീഡ് എ ബട്ടൺ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു കോൾ എ കണ്ടെയ്നർ. ഓക്കെ, ഗിവ് എ ഹൈറ്റ് ആസ് ഒരു 48 ഹൈറ്റ് കൊടുത്തു. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 177 കൊടുത്തു. ആൻഡ് ഇഫ് യു വാണ്ട് ടു കൺട്രോൾ ദീസ് തിങ്സ്, ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഹൈറ്റും വിഡ്ത്തും നമുക്കറിയാം. ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ടൈപ്പിലാണ്. ഡബിൾ യു ക്യാൻ ഗിവ് ഹൈറ്റ്, ഡബിൾ ഹൈറ്റ്. ദെൻ ലെറ്റ്സ് റെപ്ലിക്കേറ്റ് ദിസ് തിങ്, ഡബിൾ വിഡ്ത്ത്. ഓക്കെ, double width. Okay, then pass that value in the constructor and this dot width comma this dot height. Okay, and ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്, ഇതൊരു കോൺസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു കോൺസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തെ ഫീൽഡുകളൊക്കെ എന്തായിരിക്കണം, ഫൈനൽ ആയിരിക്കണം എന്നറിയാം. ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഫൈനൽ. ഓക്കെ, ഫൈനൽ, ദെൻ റൈറ്റ് ഫൈനൽ. ഓക്കെ, നൗ എവറിത്തിങ് ഈസ് ക്ലിയർ. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഹൈറ്റിന് പകരം നമ്മൾ ആരെ കോൾ ചെയ്യണം, ഹൈറ്റിനെ കോൾ ചെയ്യണം. വിഡ്ത്തിന് പകരം നിങ്ങൾ ആരെ കോൾ ചെയ്യണം, യു ഹാവ് ടു കോൾ ദ വിഡ്ത്ത്. ദെൻ ഇനി ഇതിൻ്റെ ഇഫ് യു വാണ്ട് ഡെക്കറേഷൻ, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ബോക്സ് ഡെക്കറേഷൻ കോൾ ചെയ്യും. ആൻഡ് ബോർഡർ റേഡിയസ്, ആൻഡ് ഐ നീഡ് circular. If you want circular, you can give circular. And if you want to control the radius, and you know radius is always of type double, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡബിൾ റേഡിയസ് എന്ന് കൊടുക്കാം. ഐ വിൽ ഷോ യു ഹൗ ദിസ് വർക്ക്സ്. ഓക്കെ, ഡോണ്ട് വറി. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, ദിസ് ഡോട്ട് റേഡിയസ് എന്ന് എഴുതി. ദെൻ ഇതിന് പകരം ഇവിടെ എന്ത് ചെയ്താൽ മതി, കോൾ ദാറ്റ് റേഡിയസ്. ഓക്കെ, ഇവിടെ കൊടുത്ത വാല്യൂ എന്താണോ അത് ഇവിടെ കൊടുക്കുക. ആൻഡ് സർക്കുലർ റേഡിയസ് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ആൻഡ് റിമെമ്പർ ഇവിടെ നോക്കുക, ഇവിടെ ഡബിൾ റേഡിയസ് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് കാരണം നിങ്ങൾ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നള്ളബിൾ ആണ്. ഈ എററിന് കാരണം ഇതാണ്, ഇവിടെ നള്ളബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ദിസ് ഫൈനൽ. ഓക്കെ, ദെൻ ഇവിടെ ഞാനൊരു ഡീഫോൾട്ട് വാല്യൂ കൊടുക്കുകയാണ്, ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് circular border radius dot circular, this should be radius, and I just make it nullable.
ഓക്കെ, ഇതൊരു ഡീഫോൾട്ട് വാല്യൂ ഇവിടെ ഉള്ളതുകൊണ്ട് ആൻഡ് യു ക്യാൻ മേക്ക് ദിസ് ആസ് റിക്വയർഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഓക്കെ, ഡബിൾ റേഡിയസ് ആൻഡ് ഇത് കോൺസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, യു ഹാവ് ടു റിമൂവ് ദിസ് തിങ്. ഓക്കെ, ബിക്കോസ് ഇത് എന്ത് ചെയ്തിട്ടില്ല, ഫൈനൽ അല്ല. Okay, so I think everything is clear and you can get rid of this thing. No, you can't do that. Okay, then ഇനി നോക്ക്, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കളർ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു ആഡ് കളർ ദെൻ ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ് എ വേരിയബിൾ കോൾഡ് കളർ. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഐ എം ഗോയിങ് ടു ഹാവ് ഫൈനൽ കളർ എന്തായിരിക്കും കളർ ആൻഡ് മേക്ക് ദിസ് nullable. Then ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, this dot color. Okay, then put a semicolon here. And now ഇനി ഇതിൻ്റെ ചൈൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബട്ടൻ്റെ ചൈൽഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. ചൈൽഡ് ഷുഡ് ബി എ സെൻറ്റർ വിഡ്ജറ്റ് ആൻഡ് അഗെയിൻ ചൈൽഡ് ഷുഡ് ബി എ ടെക്സ്റ്റ് ആൻഡ് യു ക്യാൻ ഹാവ് ദാറ്റ് ടെക്സ്റ്റ് ഹിയർ. ഓക്കെ, ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഹാർഡ് കോഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിനും ഉണ്ട് സൈനപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വിളിക്കുന്ന കോൺടാക്റ്റിൽ നിന്നും ഇവിടെ വരേണ്ട വാല്യൂ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഞാനൊരു വേരിയബിൾ കൂടി ഉണ്ടാക്കി ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫൈനൽ സ്ട്രിങ് ടെക്സ്റ്റ് എന്ന വേരിയബിൾ ഉണ്ടാക്കി. ആൻഡ് യു ക്യാൻ ഹാവ് ഡാറ്റ വാട്ട് എവർ, നോർമലി ഇത് ഡാറ്റ എന്നൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ദിസ് ഡോട്ട് ടെക്സ്റ്റ് പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് കോൾ ദ ടെക്സ്റ്റ് ഹിയർ ടെക്സ്റ്റ്. ആൻഡ് ഇവിടെ ടെക്സ്റ്റ് ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ടു സ്ട്രിങ് എഴുതി കൊടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് വിഡ്ജറ്റിന് എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ റിക്വയർഡ് എന്ന് എഴുതി കൊടുത്തു. ദെൻ ലെറ്റ്സ് ട്രൈ ടു റിമൂവ് ദിസ് തിങ്. ഓക്കെ, നൗ യു ഹാവ് എൻ എറർ ഹിയർ. ഇവിടെ എറർ ഉണ്ടായിരിക്കും, ദിസ് ഇസ് എ റിക്വയർഡ് പാരാമീറ്റർ ആൻഡ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, റിക്വയർഡ് ആയതുകൊണ്ട് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നൾ വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിന്ന് നള്ള് പാസ് ചെയ്യാം ആൻഡ് റിമെമ്പർ നൾ അവിടെ പാസ് ചെയ്യരുത്. ഇനി നോക്ക്, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വി ആർ ഗോയിങ് ടു ബിൽഡ് ദിസ് യു ഐ. നമ്മൾ ഈ പിക്സലിൽ കാണുന്ന ഈ യു ഐ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ബിൽഡ്. ഓക്കെ, സോ ഞാനൊരു കമ്പോണൻ്റ് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് മൊബൈലിൽ കാണുന്ന യു ഐ ആണ് എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത്. ഇതാണ് ബിൽഡ് ചെയ്യേണ്ടത്. ആദ്യം ഒരു ഇമേജ് ആണ്. സോ അപ്പോൾ നമുക്കറിയാം ഇത് നോർമലി ഒരു PNG ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇമേജ് ഡോട്ട് അസറ്റ് എന്ന് കോൾ ചെയ്യാം. പക്ഷേ ഇതൊരു SVG ഇമേജ് ആണ്. അപ്പോൾ നമുക്കൊരു പാക്കേജ് വേണം. ആ പാക്കേജിൻ്റെ പേര് ഇതാണ്. SVG നിങ്ങൾക്ക് ലോഡ് ചെയ്യണമെങ്കിൽ യു നീഡ് Flutter SVG എന്നുള്ള പാക്കേജ് വേണം. ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ പബ്ഡേവ് എന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SVG ഈ പാക്കേജ് പബ്ഗെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്പിൽ ഉപയോഗിക്കാം. ഐ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ മൊബൈൽ ലേഔട്ടിൽ വരിക. And this is a scaffold. Let me remove this thing. Okay, and ഇതിൽ താഴോട്ട് കമ്പോണൻ്റ് ഉണ്ട്. നമ്മൾ ഡിസൈൻ നോക്കുക, നമ്മൾ താഴോട്ട് എന്തുണ്ട്, എലമെന്റ്സ് കിടക്കുന്നുണ്ട്. ഒരു ബട്ടൺ, വേറൊരു ബട്ടൺ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഈ ബോർഡർ മാത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനകത്ത് ബോർഡറിനെ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ ഔട്ട്പുട്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരിക. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങളിത് റെസ്പോൺസീവ്നെസ് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്, UI ബിൽഡ് ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാൻ കാണിക്കുന്നത് കമ്പോണൻ്റായി ചെയ്യുന്നത് എന്തിനാണെന്നാണ് കാണിക്കുന്നത്. ഇത്തരം സ്ക്രീൻസ് ഇങ്ങനെ റെസ്പോൺസീവ് ഒക്കെ ചെയ്യുമ്പോൾ കമ്പോണൻസ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹെക്ടിക് പണിയായിരിക്കും. ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെയിം കോഡ് റിപ്പീറ്റ് ചെയ്തേണ്ടി വരും. ഡോണ്ട് ഡു ദാറ്റ് ആൻഡ് ഫോളോ ദ ഡ്രൈവ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്നുള്ള പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ മൊബൈൽ ലേഔട്ട് എടുക്കുക. മൊബൈൽ ലേഔട്ടിൽ ദ ബോഡി ഷുഡ് ബി എ കണ്ടെയ്നർ. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ഫെച്ച് ദ മീഡിയ കൊറി. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ മീഡിയ കൊറി എടുക്കുകയാണ്. ആൻഡ് ഓൾറെഡി നമ്മൾ എഴുതിയ മീഡിയ കൊറി ഞാൻ ഇവിടെ നിന്ന് ഫെച്ച് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഇവിടെ വന്നിട്ട് അതെന്ത് ചെയ്യാന്ന് ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് ഞാൻ ഈ മീഡിയ കൊറി ഇവിടെ എടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സൈസുള്ള വേരിയബിൾ ഹൈറ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ദ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് സൈസ് ഡോട്ട് ഹൈറ്റ് ആണ്. ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് സൈസ് ഡോട്ട് വിഡ്ത്ത് ആണ്. ഓക്കെ, then the child should be a column. Okay, കോളത്തിന് ചില്ലർ ഉണ്ടായിരിക്കും. and I'm going to have, I want it to be in center. so main axis alignment എന്ന് പറയുന്നത് സെൻറ്റർ ആണ്, ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റും സെൻറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് I'm going to have a container. ഓക്കെ, കണ്ടെയ്നറിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഇനി നോക്ക്, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SVG പിക്ചറിനെ കോൾ ചെയ്യുന്നത്. SVG പിക്ചർ ഡോട്ട് അസെറ്റ്. ഓക്കെ, പ്രൊവൈഡ് ദ പാത്ത്.
assets/svg/logo.svg. ഓക്കെ, ദെൻ സേവ് ഇറ്റ്. ഇപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. ഇവിടെ ഞാനിത് റൺ ചെയ്തു. നമ്മുടെ ഫോണിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരേണ്ടത്. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പിക്സൽ സി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ദ ഫോൺ ഫ്രം ഹിയർ ആൻഡ് റീലോഡ് ദിസ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ്, മൊബൈൽ ലേഔട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റീബൂട്ട് ഇറ്റ്. ഓക്കെ, നൗ യു ക്യാൻ സി യു ഹാവ് ദ ഇമേജ്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഒരു ഇമേജ് വന്നു, SVG ലോഡായി വന്നിട്ടുണ്ട്. ഇനി SVGയുടെ താഴെ എന്തുകൊണ്ട് ഞാൻ ഇത് കണ്ടെയ്നറിൽ കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 150 കൊടുത്താൽ ആ 150 ഹൈറ്റ് എന്ത് ചെയ്യും, ഇതൊന്ന് റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ 100 കൊടുക്കുകയാണ്, 100 ആൻഡ് സേവ് ഇറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഹൈറ്റ് കുറയ്ക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ 120 കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം, ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹൈറ്റ് എന്ത് ചെയ്യണം, കുറയണം. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ എന്ത് വേണം, ഐ നീഡ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ വന്ന് നോക്കുക, നമ്മൾ ഡിസൈൻ നോക്കുക. ഡിസൈനിൽ നോട്ട് ദിസ് തിങ്, ഇവിടെ വന്നിട്ട് ഡിസൈനിൽ ഇതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആൻഡ് യു ക്യാൻ റൈറ്റ് ദ ടെക്സ്റ്റ് ഹിയർ. ബട്ട് ഈ ടെക്സ്റ്റ് പല സ്ഥലത്തും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയും ഒരു കമ്പോണൻ്റ് ആക്കാം. ഇവിടെ വന്നിട്ട് മൈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതുക. അതിനകത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ കസ്റ്റം ടെക്സ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് ഈ കസ്റ്റം ടെക്സ്റ്റും കസ്റ്റം വിഡ്ജറ്റുകൾ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഐ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ വീഡിയോ അബൌട്ട് ദാറ്റ് കസ്റ്റം കണ്ടെയ്നർ, കസ്റ്റം ടെക്സ്റ്റ് ഒക്കെയുള്ള വീഡിയോ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ലാർജ് സ്കെയിൽ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ലെവൽ ആപ്പ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതേപോലെ ഡിഫറെൻറ്റ് ലേഔട്ടിലൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കോഡ് എഴുതരുത്. നമ്മൾ പഠിക്കാൻ എഴുതുമ്പോൾ എഴുതാം, പക്ഷെ നിങ്ങളൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കോഡ് എഴുതുമ്പോൾ മേക്ക് എവറിത്തിങ് കമ്പോണൻറ്റ്. അതല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മളിങ്ങനെ സാധാ എഴുതി പോയി കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കോഡിങ് അറിയില്ല എന്നുള്ള അസംഷനിൽ വരും. അപ്പോൾ ട്രൈ ടു ഡു ദാറ്റ്. ആൻഡ് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മൈ ബട്ടൺ എന്നുള്ള വിഡ്ജറ്റ് നിങ്ങൾ എല്ലാ പോസിബിലിറ്റിയും ഇവിടെ എഴുതിയിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ആസ് ഇറ്റ് ഈസ് ഈ യൂട്ടിൽസ് ഫോൾഡർ അതേപോലെ അവിടെ കോപ്പി ചെയ്തിട്ടാൽ മതി. കാരണം ഇതിനകത്ത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പെൻഡൻസികളും ഉണ്ടായിരിക്കില്ല. ഇത് ജസ്റ്റ് എന്താണ്, ഈ നമ്മളുടെ ഇത് ഇപ്പോൾ ഈ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. ദിസ് ഈസ് ജസ്റ്റ് എ ക്ലാസ്, ഒരു കസ്റ്റം ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പ്രൊജക്റ്റിൽ വേണമെങ്കിലും ഈ കമ്പോണൻറ്റ് ക്ലാസ് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഇനി നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനിവിടെ വന്നിട്ട് മൊബൈൽ ലേഔട്ടിൽ വന്നിട്ട് ഇതിൻ്റെ താഴെ ഐ എം ഗോയിങ് ടു ഹാവ് എ ടെക്സ്റ്റ് ഹിയർ, ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ദ ടെക്സ്റ്റ് ഈസ്, ഇവിടെ നോക്ക്, വി പ്രൊവൈഡ് ബെസ്റ്റ് ക്വാളിറ്റി വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ്, വി പ്രൊവൈഡ് ബെസ്റ്റ് ക്വാളിറ്റി വാട്ടർ. ഓക്കെ, സോ ഇതിൽ ആ സ്റ്റൈല് വരണം. സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈല്. ഞാൻ ഇപ്പോൾ ഇത് ക്രൂഡ് വേയിലാണ് ഞാൻ എഴുതുന്നത്. ഇങ്ങനെ എഴുതരുത്, ഞാൻ സാധാരണ ഇങ്ങനെ എഴുതാറില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒരു ലേണിംഗ് പർപ്പസിനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഐ വാണ്ട് ദ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് കോൾ ദാറ്റ് ക്ലാഷ് ഡിസ്പ്ലേ. ഇവിടെ എഴുതിയ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇവിടെ കൊടുത്ത സ്റ്റൈൽ ഉണ്ടായിരിക്കും. പബ് സ്പെക്കിൽ വന്നാൽ നമ്മൾ ആഡ് ചെയ്ത സ്റ്റൈൽ ഉണ്ടായിരിക്കും ഇവിടെ. ഇതാണ് നമ്മളുടെ ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് യു ക്യാൻ കോൾ ദാറ്റ് ഫോണ്ട് ഫാമിലി, സ്റ്റൈലല്ല, ഫോണ്ട് ഫാമിലിയെ കോൾ ചെയ്യുക. ഇത് കോഡ്സിലാണ് കൊടുക്കേണ്ടത്, കോഡ്സിൽ എഴുതുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് വരണം, നമുക്ക് ടെക്സ്റ്റ് വരണം. ലെറ്റ് മീ റൺ ഇറ്റ് അഗെയിൻ. Now you can see we provide best quality water and we reduce the size, that's why it is like this. And let me reload this thing. And ഇവിടെ കുറേ എമുലേറ്റർ റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റീബൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ഹൈറ്റ് കുറച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് റിമൂവ് ദാറ്റ് ഹൈറ്റ് ആൻഡ് റൺ ഇറ്റ് അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരണം, യു ഹാവ് ടു ഗെറ്റ് എ ബിഗർ തിങ്. ഇവിടെ കണ്ടോ, ഈ സൈസ്, ഈ സ്റ്റൈലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു ക്ലാഷ് ഡിസ്പ്ലേ എന്നുള്ള ആ സ്റ്റൈലിലേക്ക്, അങ്ങനെ എന്തോ ആ സ്റ്റൈലിൻ്റെ പേര്, ആ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്.
ഓക്കെ. ആൻഡ് ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് മൊബൈൽ സ്ക്രീനിലാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ബട്ടണെ കോൾ ചെയ്യാം. ഐ വാണ്ട് എ സൈസ്ഡ് ബോക്സ്. ഓക്കെ, ഐ വാണ്ട് എ സൈസ്ഡ് ബോക്സ്. ഹൈറ്റ് എന്ന് പറയുന്നത് 20 കൊടുത്തു. ദെൻ കം ഡൗൺ ആൻഡ് പുട്ട് എ കോമ എബോവ്. ഇവിടെ ഒരു കോമ വേണം ബിക്കോസ് ദിസ് ഇസ് ഇൻ എ കോളം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ആ മൈ ബട്ടണെ കോൾ ചെയ്യാണ്. മൈ ബട്ടൺ. ഓക്കെ, ടെക്സ്റ്റ് മാൻഡേറ്ററി ആണ്, റിക്വയർഡ് ആയിട്ട് അവിടെ കൊടുത്തത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് വേണം, ഇതിൽ ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു. ഓക്കെ, സ്റ്റൈലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഇതിൻ്റെ ഹൈറ്റ് എത്ര വേണം. ഐ വാണ്ട് എ 47 ഹൈറ്റ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 250 വിഡ്ത്ത് വേണം. ദ കളർ ഷുഡ് ബി, കളർ എന്ന് പറയുന്നത് ഐ വാണ്ട് എൻ ഓറഞ്ച് കളർ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ സേവ് ദിസ് ആൻഡ് റൺ ഇറ്റ് അഗെയിൻ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ കണ്ടോ, യു ഹാവ് എ ബട്ടൺ ഹിയർ. ഓക്കെ, ആൻഡ് ഇഫ് യു വാണ്ട് സം അതർ ബട്ടൺ, ഇതിൻ്റെ താഴെ എനിക്ക് വേറൊരു ബട്ടൺ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ എഴുതി, ലോഗിൻ എന്ന് മാറ്റി. ആൻഡ് ദിസ് ഷുഡ് ബി സം അതർ കളർ. ഓറഞ്ച് തന്നെയാണ്, ഓറഞ്ച് ഡോട്ട് ഒരു 200 ഷെയ്ഡിൽ ഓറഞ്ച് കൊടുത്തു. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 2 ബട്ടൺസ് വരും. പക്ഷേ ഇത് കണ്ടല്ലേ, 2 ഡിഫറെൻറ്റ് കളറിലെ 2 ബട്ടൺ വന്നു. ആൻഡ് വി സക്സസ്ഫുള്ളി റീയൂസ് ദാറ്റ് കമ്പോണൻറ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടി ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഓഫ് 10 എന്ന് കൊടുത്തു. ഓക്കെ, നൗ യു ക്യാൻ സി ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് എൻ എറർ. ഇവിടെ ഒരു എക്സ്ട്രാ കോമൺ ഉണ്ട്. ഓക്കെ, സോ റീറൺ ഇറ്റ്. ഇവിടെ എന്ത് വരും, ഒരു ഗ്യാപ്പ് വരും, വേറെ പ്രത്യേകിച്ച് ഒന്നും വരില്ല. ഓക്കെ, നൗ യു ഹാവ് യുവർ മൊബൈൽ യു നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വാട്ട് ഇഫ് ദിസ് ഈസ് ഇൻ എ ടാബ്ലറ്റ്. ഇതൊരു ടാബ്ലറ്റിലാണെങ്കിൽ എങ്ങനെ കാണണം. അപ്പോൾ നമ്മളുടെ ടാബ്ലറ്റ് ലേഔട്ടിൽ വരിക. ഇവിടെ ടാബ്ലറ്റ് ലേഔട്ടിൽ വന്നിട്ട് ഞാൻ ഇതേ കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസൈനിൽ വേണ്ടത് നമ്മൾ ടാബ്ലറ്റ് ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കാണേണ്ടത്. ഇങ്ങനെ സൈഡ് ബൈ സൈഡ് വരണം. എന്നിട്ട് ഇതിൻ്റെ താഴെ ഈ അക്കൗണ്ട് ക്രിയേറ്റ്. ഞാൻ ഇപ്പോൾ ഇതേ യു ഐ റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഈ കളറും ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് യു ക്യാൻ ബിൽഡ് എനി യു ഐ. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാൻ ടാബ്ലറ്റ് ലേഔട്ടിൽ വന്നിട്ട് കം ടു ടാബ്ലറ്റ് ലേഔട്ട് ആൻഡ് ലെറ്റ് മീ കോപ്പി മൈ ദിസ് തിങ്. ഇപ്പം ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ലേഔട്ട് അല്ലെങ്കിൽ ഈ റെസ്പോൺസീവ്നെസ് അല്ല ചെയ്തതെങ്കിൽ ഏത് ഡിവൈസ് എടുത്താലും ഐ ഷോ യു. ഞാൻ ഏത് ഡിവൈസ് എടുത്താലും ഇതേ കാര്യമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ടാബ്ലറ്റിൽ വലിയ വൃത്തിയോടൊന്നും ഉണ്ടായിട്ടില്ല. ഐ ഷോ യു. ഓക്കെ, ഞാനിത് ഈ ബിൽഡ് ഇത് കോപ്പി ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ്, റീപ്ലേസ് ദിസ് തിങ്. ആൻഡ് ഐ തിങ്ക് യു ഹാവ് ടു ഇമ്പോർട്ട് മൈ ബട്ടൺ. മൈ ബട്ടൺ ഒരു പാക്കേജ് ആയതുകൊണ്ട് കസ്റ്റം ക്ലാസ് കൊണ്ട് ഇമ്പോർട്ട് ചെയ്യണം. ആൻഡ് വൺ മോർ എറർ ഈസ് ദർ, SVG പിക്ചർ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഞാനിവിടെ എൻ്റെ പിക്സൽ C സെലക്ട് ചെയ്തു. ആൻഡ് സെലക്ട് ദിസ് പിക്സൽ C ആൻഡ് റീബൂട്ട് ദിസ്. ഓക്കെ, ഇത് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ നടുവിൽ എന്ത് വരും, ഈ ഒരു പിക്ചർ വരണം. ഓക്കെ, ഇറ്റ്സ് റീബൂട്ടിങ്. ഓക്കെ, നോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, മൊബൈൽ ലേഔട്ട് അല്ല ടാബ്ലറ്റ് ലേഔട്ടിൽ എന്ത് വരണം, ഇത് വരണം. ഓക്കെ, നോ യു ക്യാൻ സി, ഒരു ടാബ്ലറ്റിൽ കണ്ടപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഉണ്ടോ, വളരെ ചെറുതായിട്ടാണ് കണ്ടത്. നമ്മൾ മൊബൈലിൽ അത് ഓക്കെ ആയിരുന്നു, നമ്മൾ അതനുസരിച്ചാണ് റെൻഡർ ചെയ്ത്. അപ്പോൾ ടാബ്ലറ്റിൽ വന്നപ്പോൾ ഇത് ഇതേപോലെ തന്നെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് സൈഡ് ബൈ സൈഡ് കാണണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ലെറ്റ് മീ മേക്ക് ദിസ് ആസ് റോ. ഓക്കെ, ദെൻ സേവ് ഇറ്റ്. ഞാൻ ഒന്നുകൂടി സേവ് ചെയ്തു. നോ യു ഹാവ് എൻ എറർ. ഓക്കെ, അതിന് കാരണം ഇതൊരു റോയിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ഇല്ല, ഇതെല്ലാം കൂടി ഇവിടെ കൊള്ളുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ സാധനത്തെ ഇവിടെ നിന്ന് എടുത്തു, ഈ 2 കാര്യത്തെ, ഇത് 2 ഞാൻ കട്ട് ചെയ്തു. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ കണ്ടെയ്നർ അഗെയിൻ. ആ കണ്ടെയ്നറിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു കോളം കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ചിൽഡ്രൻ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇവരെ 2 കൊണ്ടിട്ടു. ആൻഡ് ഞാനത് സേവ് ചെയ്തു. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇയാൾ മേലെ പോയി. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മേലെ പോയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ഈ കോളത്തിൻ്റെ ഡീഫോൾട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് ഫുൾ ഹൈറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കോളത്തിന് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പ്രൊവൈഡ് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഇവിടെ വരും. ആൻഡ് ഇതൊരു റോയിലായതുകൊണ്ട് വി ഡോണ്ട് വാണ്ട് ഹൈറ്റ് ഹിയർ, വി വാണ്ട് വിഡ്ത്ത് ഹിയർ 20 എന്ന് കൊടുത്തു. ഓക്കെ, നൗ ഈ ടെക്സ്റ്റ് എനിക്ക് ഇതിൻ്റെ താഴെ വരണം.
ഓക്കെ, ഇത് ഈ ടെക്സ്റ്റ് ആ പിക്ചറിന്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പിക്ചർ എന്ന് പറയുന്നതിനെ റാപ്പ് വിത്ത് അഗെയിൻ ഒരു കോളാക്കി. എന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ ആരുണ്ട്, ഇയാളുണ്ട്. ദെൻ അതിന്റെ താഴെ ഞാൻ എന്ത് ചെയ്തു, ഇയാളെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, now what is the error, and let's try what is error. I have an extra comma here. ഓക്കെ, ആൻഡ് ഇനി നമ്മളുടെ എമുലേറ്റർ എടുത്ത് നമ്മൾ നോക്കി ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് എവിടെ വരണം, ഇതിൻ്റെ താഴത്തേക്ക് വരണം. ഓക്കെ, അപ്പോൾ മേ ബി ആ അലൈൻമെൻറ്റ്, ആക്സിസ് അലൈൻമെൻറ്റ് എറേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൺ ചെയ്ത് വരുമ്പോൾ അത് റീറണ്ണാണ് കൊടുത്തത്. റൺ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ വന്നു. ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരും. ആൻഡ് നൗ യു ക്യാൻ സി നമ്മളുടെ യു ഐ എന്ത് ചെയ്തു, ടാബ്ലറ്റിൽ വന്നപ്പോൾ നമ്മൾ വേറെ യു ഐ എഴുതി. ആൻഡ് ഇത് ഒരു കമ്പോണൻ്റ് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ബട്ടണും റെപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ എഴുതേണ്ടി വന്നേനെ. ആൻഡ് ഇനിയാണ് നമ്മളുടെ ഞാൻ ആ സൈസൊക്കെ എടുത്തത് ഇവിടെ കാണിച്ചു തരാം. ഇനി നമുക്കൊരു ടാബ്ലറ്റിൽ ഇത് കാണുമ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് കൂട്ടണം ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ്. അപ്പോൾ ഞാനിവിടെ ഫോണ്ട് സൈസ് എടുത്തു, ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞു. ആൻഡ് ഈ ഫോണ്ട് സൈസ് എന്ന് പറയുന്ന ഒരു ഡബിൾ വാല്യൂ നമുക്കറിയാം. ഞാനിവിടെ ഈ സൈസ് വേരിയബിളിനെ കോൾ ചെയ്തു. സൈസ് ഡോട്ട് വിഡ്ത്ത് എന്ന് എഴുതിയിട്ട് സ്റ്റാർ എന്ന് എഴുതി. ദെൻ 0. അല്ലെങ്കിൽ സ്റ്റാർ ഡിവൈഡഡ് ബൈ യു ക്യാൻ ഹാവ്, അതൊരു ഡബിൾ വാല്യൂ ആയിരിക്കും കിട്ടുക. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഡിവൈഡ് ബൈ സംതിങ് കോൾ 42. എന്താ വരിക നോക്കാം. നൗ യു ഹാവ് a bigger text. Okay, let me run this on a which device. Let me run this on a Chrome. Okay, ഞാൻ ക്രോമിൽ റൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓൾറെഡി നമ്മൾ ക്രോമിൽ ഇത് റൺ ആവുന്നുണ്ട്. ഓക്കെ, ഒരു ടാബ്ലറ്റിലാണ് ഇത് കാണേണ്ടത്. അപ്പോൾ ടാബ്ലറ്റിൽ കാണുമ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ ബിഹേവിയർ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ ഇത് ഗ്രേ കളർ കാണുന്നത് എവിടെയായിരിക്കും, ടാബ്ലറ്റിലാണ് കാണേണ്ടത്. ഓക്കെ, ഇറ്റ്സ് നോട്ട്. ഓക്കെ, ഗ്രേ ഒക്കെ നമ്മൾ മാറ്റി, നമ്മൾ സ്കഫോൾഡ് മാറ്റി എഴുതിയല്ലോ. അപ്പോൾ ഇത് ടാബ്ലറ്റിൽ വരുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം. ആൻഡ് ഇതൊരു ലാർജ് സ്ക്രീൻ ആണ്. ആൻഡ് റെഡ്യൂസ് ദ സൈസ് ആൻഡ് നൗ ഇറ്റ് ഈസ് ഇൻ എ ടാബ്ലറ്റ്. ആൻഡ് ഇവിടെ 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 കണ്ടോ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സൈസ് നോക്ക്, ആ ടെക്സ്റ്റിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറി 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 എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി വരുന്നുണ്ടോ. ഓക്കെ, യു ക്യാൻ സീ ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് ഇൻക്രീസിങ്. നിങ്ങളൊരു ബിഗർ ടാബ്ലറ്റിലാണ് കാണുന്നതെങ്കിൽ, ക്ലോസ് ദിസ്. ഓക്കെ, ഒരു ബിഗർ ടാബ്ലറ്റിലാണ് കാണുന്നതെങ്കിൽ ആ സൈസ് എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗർ ടാബ്ലറ്റിൽ കാണുമ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഓക്കെ, ഇവിടെ കണ്ടോ, അതിന് ഞാൻ ഉപയോഗിച്ചാണ് എന്ത്, ആ സൈസ് ഇവിടെ കണ്ടല്ലേ. ഇതിപ്പോൾ കണ്ടോ, മൊബൈൽ ആയപ്പോൾ എന്ത് ചെയ്തു, നേരെ യു ഐ എന്ത് ചെയ്തു, മാറി. ആൻഡ് ദിസ് ഈസ് വാട്ട് വി അച്ചീവ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മൊബൈൽ ആയപ്പോഴാണ് അത് താഴത്തേക്ക് വന്നത്. അത് മനസ്സിലായില്ലേ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മളുടെ ഒരു ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നില്ല. ഐ ഡോണ്ട് നോ വൈ. മേ ബി ദിസ് ഈ ഒരു ഫോണ്ട് ഫാമിലി കൊണ്ടായിരിക്കുമോ എന്ന് തോന്നുന്നുണ്ട്. ലെറ്റ് മീ റിമൂവ് ദറ്റ് ഫോണ്ട് ഫാമിലി ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊബൈൽ ലേഔട്ടിൽ. ആൻഡ് വൈ ദാറ്റ് ഹാപ്പൻസ്, ഇവിടെ ആ ടെക്സ്റ്റ് നമുക്ക് വന്നിരുന്നല്ലോ അവിടെ. ആ ടെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് വരാത്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ വരാത്തത്, ഇവിടെ ഈ ടെക്സ്റ്റ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ഇവിടെ എന്ത് ചെയ്തില്ല, ആ ടെക്സ്റ്റ് കാണുന്നില്ല. മേ ബി സം റെൻഡറിങ് ഇഷ്യൂ ആയിരിക്കും, ഡോണ്ട് വറി. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് പഴയ ഇൻസ്റ്റൻസ് ആണ്, ഇതാണ് നമ്മളുടെ പുതിയ ഇൻസ്റ്റൻസ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് തിങ്. ഇവിടെ കണ്ടോ, ഇതാണ് എന്ത്, റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ ആ ടെക്സ്റ്റ് വി പ്രൊവൈഡ് ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് സൈസ് മാറുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് ആ വാല്യൂ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സൈസ് കൂടുന്നത്. അപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ആ സൈസ് വേരിയബിളിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതൊരു ലാർജ് സ്ക്രീനിലാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ലാർജ് സ്ക്രീൻ ലേഔട്ടിൽ എന്ത് ചെയ്യാണ്, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യു ഐ നിങ്ങൾക്ക് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഓക്കെ, സോ ആ ലാർജ് സ്ക്രീൻ ലേഔട്ട് യു ഹാവ് ടു ട്രൈ ദാറ്റ്. ഐ എം ഗോയിങ് ടു ഡു, ഞാനത് ചെയ്യുന്നില്ല, ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്, ഐ എം ഗോയിങ് ടു ഡു അല്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ദറ്റ് ഈസ് എ വെരി ഈസി തിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസീവ്നെസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അപ്പോൾ വീഡിയോ കാണുക, ചെയ്ത് നോക്കുക, കണ്ടിട്ട് കാര്യമില്ല, കണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പം ഞാനും കുറേ വീഡിയോ കാണാറുണ്ട്, അത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു ദ സപ്പോർട്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മളുടെ ടെലഗ്രാം ചാനലിൽ, ടെലഗ്രാം ചാനലല്ല, ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഐ ഷെയർ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഐ നീഡ് മോർ സബ്സ്ക്രിപ്ഷൻ, ഐ നീഡ് മോർ കമൻറ്റ്സ്, നീഡ് മോർ ലൈക്സ് to move forward. I am planning to do lot of videos, but നിങ്ങൾ കാണുന്നവരൊന്നും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഡീമോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്നത് ഇതിനുള്ളൊരു താല്പര്യം കൊണ്ടാണ്, ഫ്ലട്ടറിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി ഒരു 4 to 5 years ആയിട്ട് ഫ്ലട്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നോളജാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മളെ ഡെവലപ്പേഴ്സൊക്കെ അല്ലെങ്കിൽ നമ്മളറിയുന്ന ഡെവലപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ വേയിൽ കോഡ് എഴുതുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഐ ആം റണ്ണിങ് മൈ ഓൺ സ്റ്റാർട്ടപ്പ്. അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി ഫ്ലട്ടർ പഠിക്കാൻ സ്റ്റുഡൻസ് വരുന്നുണ്ട്. വി ഹാവ് 100 സ്റ്റുഡൻസ് ദർ, ആൻഡ് യു ഗൈസ് ആർ ഓൾവേസ് വെൽക്കം. ആൻഡ് ഐ തിങ്ക് വി ആർ ദ അഫോർഡബിൾ ട്രെയിനിങ്, വി ആർ പ്രൊവൈഡിങ് അഫോർഡബിൾ തിങ്സ്. നിങ്ങൾ എല്ലാ മാസവും നിങ്ങളിരിക്കുന്ന സ്പേസിന് റെൻറ്റ് കൊടുത്ത് നിങ്ങൾ സ്വയം യൂട്യൂബ് നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇൻസ്ട്രക്ടറുടെ ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി കണ്ടന്റ് ഡെലിവർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ വീഡിയോസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതേ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ക്ലാസ്സിൽ, ഇതിൻ്റെ അപ് ടു ഒരു 2x ക്വാളിറ്റി നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. നമ്മൾ 2 month ഫ്ലട്ടർ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഇനഫ് ഫോർ ലേണിംഗ് ബേസിക് ഫ്ലട്ടർ ആൻഡ് ലാൻഡ് ഇൻ എ ഗുഡ് ജോബ്. ഓക്കെ, അതിൽ കൂടുതലൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് പോയി തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഐ ടുക്ക് 4 to 5 years ബിക്കോസ് നമ്മൾ ഒരു 2 to 3 month ഞാനും ഇതിൽ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസം ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ഡെവലപ്പർ ആവുക എന്നുള്ളത് അത് മേ ബി നല്ല റിസ്കി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോബ് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് 2 month കോഴ്സ്, വി ഹാവ് ഓൾറെഡി 6 month കോഴ്സ് ഉണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ബിക്കോസ് അത് അവിടെ 6 month നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ചെയ്യാന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഫീ എന്ന് പറയുന്നത് വെരി ഈ 2 month കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് 20,000 ഉള്ളൂ. അത് 2 time പേയ്മെൻ്റ് ആണ്, 2 തവണയായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. ആൻഡ് ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് പ്ലേസ്മെൻ്റ് ഒന്നും ഞാൻ ഗിമിക്കൊന്നും പറയില്ല. നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് തരും, അങ്ങനത്തെ ഗിമിക്സ് ഒന്നും നമ്മൾ പറയാറില്ല. ബട്ട് വൺ തിങ് ഐ ഗ്യാരണ്ടി, യു വിൽ ഗെറ്റ് ദ സ്കിൽ സെറ്റ്. ആ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുള്ളത് 100% ഗ്യാരണ്ടി നമ്മൾ പറയും. ഓക്കെ, ബിക്കോസ് വി ആർ ദ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളത്ര ഒരുപാട് മാസ് അഡ്വർടൈസ്മെൻറ്റ് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ലെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. ആൻഡ് നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ പ്ലേസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് എടുക്കാം, പഴയ സ്റ്റുഡൻസിനോട് ചോദിക്കാം. ആൻഡ് വീഡിയോ ലെങ്തി ആവുന്നുണ്ട്, ഞാൻ എൻ്റെ കുറേ കാര്യം തള്ളാന്ന് വിചാരിക്കേണ്ട. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.